ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമിക്കോളൻ ആണ്. അപ്പോൾ അത് ഏതൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് നോക്കാം സെമിക്കോളൻ കണ്ടിട്ടുണ്ടാവും. സെമിക്കോളൻ എങ്ങനെയാണ് വരുന്നത്? ഒരു കുത്തും ഒരു കോമയുമാണ് സെമിക്കോളൻ വരുന്നത്. ഈ സെമിക്കോളൻ റീപ്രസെന്റ്സ് എ പോസ് ഗ്രേറ്റർ ദാൻ എ കോമ. ഒരു പോസ് വരുന്നതാണ്. കോമയെക്കാട്ടിലും വലുതാണ്, ഗ്രേറ്റർ ദാൻ എ കോമ. സെമിക്കോളൻ ഈസ് യൂസ് ടു സെപ്പറേറ്റ് ദ ഇൻഡിപെൻഡന്റ് ക്ലോസസ് ഓഫ് എ കോമ്പൗണ്ട് സെന്റൻസിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്ലോസസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെമിക്കോളൻ യൂസ് ചെയ്യുന്നത്. Such clauses are not joined by a coordinate. കോർഡിനേറ്റിംഗ് കൊണ്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നതല്ല, അല്ലാതെ വരുന്നത്. കൺജക്ഷൻസ് ആൻഡ് ബട്ട്, ഓർ, നോർ, ഫോർ, സോ, എറ്റ് ഇതൊക്കെ നമുക്ക് കോമ വെച്ചിട്ടാണ് വരുന്നത്. ഇൻ സെപ്പറേറ്റിംഗ് ദ ടു ക്ലോസസ് ഓഫ് എ കോമ്പൗണ്ട് സെന്റൻസ്, നമ്മളിതാ സെമി കോളൻ ഇസ് സ്ലൈറ്റ്ലി സ്ട്രോങ്ങർ ദാൻ എ കോമൺ. ഇത് പറയുന്നത് ഇൻ സെപ്പറേറ്റിംഗ് നമ്മൾ ടു ക്ലോസസിനെ സെപ്പറേറ്റ് ചെയ്യും കോമ്പൗണ്ട് സെന്റൻസിൽ വരുമ്പോഴത്തേക്കും. സോ അപ്പോൾ അതിന് നമ്മൾ സെമി കോളൻ യൂസ് ചെയ്യാറുണ്ട്. ഈ സ്ലൈറ്റ്ലി സ്ട്രോങ്ങർ ദാൻ എ കോമയെക്കാട്ടിലും കുറച്ച് സ്ട്രോങ്ങർ ആണ്. ബട്ട് വീക്കർ ദാൻ എ പീരിയഡ്, പീരിയഡിനെക്കാട്ടിലും വീക്കാണ്, കോമയെക്കാട്ടിലും സ്ട്രോങ് ആണ്. റിമെമ്പർ ദാറ്റ് ദി ക്ലോസ് ബിഫോർ ദി സെമിക്കോളൻ ആൻഡ് ദി ക്ലോസ് ആഫ്റ്റർ സെമിക്കോളൻ ഷുഡ് ബി കംപ്ലീറ്റ് ഓൺ ദിയർ ഓൺ. അത് സ്വന്തമായിട്ട് വരും. ബിഫോറും ആഫ്റ്ററും വരുന്ന ക്ലോസ് കഴിഞ്ഞ് വരുന്ന സെമിക്കോളൻ എന്നത് സ്വന്തമായിട്ട് വരുന്നതാണ്. വി ഷുഡ് ബി ഏബിൾ ടു റീപ്ലേസ് ദി സെമിക്കോളൻ വിത്ത് എ പീരിയഡ് ആൻഡ് ഗെറ്റ് ദി ഗ്രാമറ്റിക്കലി കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റീപ്ലേസ് ചെയ്യണം, സെമിക്കോളൻ റീപ്ലേസ് ചെയ്യണം വിത്ത് പീരിയഡ് ഉപയോഗിച്ച് നമ്മളത് സെമിക്കോളൻ റീപ്ലേസ് ചെയ്യണം. ആൻഡ് ഗെറ്റ് ദി ഗ്രാമറ്റിക്കലി കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ദി സെന്റൻസ്, നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ വരുന്നത് യൂസ്. പിന്നെ സെമിക്കോളൻ സെപ്പറേറ്റ് ടു ക്ലോസ്ലി ലിങ്ക്ഡ് ക്ലോസസ് ആൻഡ് ഷോ ദാറ്റ് ദേർ ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ ദം. അതിനകത്തൊരു ലിങ്ക് ബിറ്റ്വീൻ ഉണ്ടെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം. സെമിക്കോളനെ സെപ്പറേറ്റ് ആക്കി ടു ക്ലോസ് ആയിട്ട് വരുന്നത് നമ്മളതിനെ ലിങ്ക് ചെയ്തിട്ട് ക്ലോസസ് ആൻഡ് ഷോ ദാറ്റ് ദേർ ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ ദം, അവിടെ ലിങ്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കണം. ഇറ്റ് സെപ്പറേറ്റ് ഐറ്റംസ് ഇൻ എ കോംപ്ലക്സ് ലിസ്റ്റ്. കോംപ്ലക്സ് ലിസ്റ്റിന്റെ ഇത് ഐറ്റം സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ്. എക്സാമ്പിൾ സെന്റൻസ്: ഓൺ ട്യൂസ്ഡേ ദ ട്രെയിൻ വാസ് ലേറ്റ്. ട്യൂസ്ഡേ ഇന്ന് ട്രെയിൻ ലേറ്റ് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ കോമ ഇടും. ദ ബെസ്റ്റ് യു ക്യാൻ ഗോ ബൈ ആൻ എയറോപ്ലെയിൻ. എയറോപ്ലെയിൻ പറഞ്ഞിട്ട് നമ്മൾ കോമ ഇടും. ട്രെയിൻ ആൻഡ് എ ടാക്സി, ചാനൽ, ടണൽ ട്രെയിൻ, അത് എല്ലാത്തിനകത്തും കോമ. നമ്മളൊരു ഇത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ കൂടുതലും കോമ യൂസ് ചെയ്യുന്നത്. ദെൻ എ ഷോർട്ട് വാക്ക് ഓഫ് എയറോപ്ലെയിൻ ആൻഡ് കാർ, അവിടെ വന്നിട്ട് നമ്മൾ സെമിക്കോളൻ യൂസ് ചെയ്യും. നമുക്ക് സെമിക്കോളൻ യൂസ് ചെയ്യുന്നതൊക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ അതുപോലെ യൂസ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ അപ്പം പറയുന്നതായിരിക്കും. വിളിക്കുമ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.